തലസ്ഥാനത്ത് ബി.ജെ.പി. നേതാക്കന്മാർ ചതിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കൗൺസിലർ തിരുമല അനിലിനെ മരണത്തിന് ശേഷവും ബി.ജെ.പി. നേതാക്കളുടെ അനാദരവ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. അദ്ദേഹത്തിന്റെ ഒരു അനുശോചന യോഗം വെച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളിയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായിട്ടും മരണത്തിന് തൊട്ടു മുന്നോടിയായിട്ട് അവസാനമായി രാജീവ് ചന്ദ്രശേഖരനോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ അതൊന്നും സഹായിക്കാൻ പറ്റില്ല, ആദ്യം പോയി കോർപ്പറേഷൻ പിടിച്ചിട്ട് വാ എന്ന രീതിയിൽ അദ്ദേഹത്തെ മാനസികമായി തകർത്ത് ഇറക്കി വിട്ടു എന്നുള്ള ആക്ഷേപം ഉയരുകയാണ്. അപ്പോഴാണ് സകലതും നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു തുണ്ട് കയറിൽ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. അതിനുശേഷം ബി.ജെ.പി. പ്രവർത്തകരുടെ വികാരം ഉയർന്നപ്പോൾ അതിനെ തണുപ്പിക്കാൻ, അതിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബി.ജെ.പി. തന്നെ സംഘടിപ്പിച്ച ഒരു അനുശോചന യോഗം. അതിൽ ഇതേ സംസ്ഥാന പ്രസിഡന്റ് മരിച്ച വ്യക്തിയുടെ പേരെങ്കിലും കറക്റ്റ് പറയണ്ടേ. തിരുമല അനിൽജീനെ, അതാരാണ് ഈ തിരുമല അനിൽജീനെ? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? തലസ്ഥാനത്തെ നേതാക്കന്മാർക്ക് അറിയാവുന്ന പേര് തിരുമല അനിൽ എന്നാണ്. നോക്കിയേ, തിരുമല അനിൽജീനെ ഞാൻ ആദ്യം കാണുന്നത് തിരുമല അനിൽജീനെ ഞാൻ ആദ്യം കാണുന്നത് തിരുമല അനിൽജീനെ ഞാൻ ആദ്യം കാണുന്നത് ഒരിടത്തല്ല, മൂന്നിടത്ത് സമാനമായിട്ട് ഇദ്ദേഹം പേര് തെറ്റിച്ചു പറയുന്നത് കേട്ടു. തിരുമല അനിലിനെ തിരുമല അനിൽജി എന്നൊക്കെ പറയുന്നത് കേട്ടു, വേറെ ഏതോ ഒരാൾ. ഈ രീതിയിലാണ് ആ അവഗണന തുടരുന്നത്. ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയും അദ്ദേഹത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിച്ച ബി.ജെ.പി. നേതാക്കന്മാർക്കെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല, അല്ലെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുമെന്നേ പറഞ്ഞിട്ട്. അവർ ആത്മഹത്യയുടെ വക്കിലാണ്. ബി.ജെ.പിയുടെ വനിതാ കൗൺസിലർമാരും പുരുഷ കൗൺസിലർമാരെല്ലാം കൂടി ചേർന്ന് അവരവരുടെ ആൾക്കാരെ ബിനാമികളാക്കി നിർത്തിക്കൊണ്ട് പണം അടിച്ചുകൊണ്ട് പോയതാണ്. 11 കോടി രൂപയാണ് ഈ സഹകരണ സൊസൈറ്റിയിൽ നിന്ന് കാണാതായതായി പറയപ്പെടുന്നത്. ആ പണം എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിലർമാരുടെ ആഡംബര ജീവിതം ഏത് പണത്തിലാണെന്ന് പരിശോധിച്ചാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ബി.ജെ.പിക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ അനുശോചന യോഗത്തിൽ പോലും സംസ്ഥാന പ്രസിഡന്റ് പേര് തെറ്റിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉള്ളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഈ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് ഇദ്ദേഹം തെറ്റിക്കൂ? ഒരിക്കലും ഇല്ലല്ലോ. വളരെ ഷാർപ്പായിട്ടും വളരെ ശ്രദ്ധിച്ചല്ലേ പറയത്തുള്ളൂ. പിന്നെ തലസ്ഥാനത്തെ ഏതാ ഒരു പ്രാദേശിക നേതാവ്, ഞാൻ കർണാടകയിൽ നിന്ന് വന്ന വലിയ മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ പഴയ തമ്പ്രാനും അടിയാന്മാർ മനോഭാവമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പരിഗണനയും മനോഭാവമാണ് ഈ വീഴ്ച വരുത്തിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തിരുമല അനിൽജിയെ അനുസ്മരിക്കുന്നത് കേട്ടാൽ ഒരാത്മാർത്ഥയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കഥ സ്വന്തം നിലയ്ക്ക് സൃഷ്ടിച്ച് അങ്ങ് തട്ടിവിട്ടു. അതുകൂടി കേൾക്കൂ. ഇനി അതുകൂടി കേൾപ്പിച്ചില്ല എന്ന് വേണ്ടല്ലോ. അതിൽ തന്നെ ഈ തിരുമല അനിൽ എന്ന് പറയാൻ കഴിയാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തകന്റെ പേര് കൃത്യമായി പറയാൻ പറ്റാത്ത വ്യക്തിയാണ് സംസ്ഥാന പ്രസിഡന്റായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അവസ്ഥ നോക്കണേ. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ചുരുങ്ങിയ അനുസ്മരണ പ്രഭാഷണം ഒന്ന് കേട്ടെ. എങ്ങനെയാണ് ആദ്യമായി കണ്ടത് എന്ന കാര്യമൊക്കെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു മലയാളിയാണ് എന്ന രീതിയിൽ തൃശ്ശൂര് ജനിച്ചൊരു കഥ പറഞ്ഞ അതാണ് ഓർമ്മ വന്നത്. എല്ലാവർക്കും നമസ്കാരം. തിരുമല അനിൽജീനെ ഞാൻ ആദ്യം കാണുന്നത് മാർച്ച് 9 തീയതി അല്ലെങ്കിൽ മാർച്ച് 10 തീയതി, എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 2024 ഞാനിവിടെ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കാൻ എത്തിയപ്പോൾ ആദ്യം അദ്ദേഹത്തിനെ കണ്ടത് ആ സമയത്തായിരുന്നു. ഞാനിവിടെ എത്തിയൊരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ എന്നോട്, രാജേഷ് എന്നോ അറിയില്ല, രാജേഷിന് ഓർമ്മ ഉണ്ടാവും, ആദ്യത്തെ മീറ്റിങ്ങിൽ എന്നോട് ഇങ്ങനത്തെ ചെറിയൊരു യോഗത്തിൽ പറഞ്ഞു, ഇവിടെ ഒരു 2 ലക്ഷം വോട്ടോട് നിങ്ങൾ തോൽക്കും, അതിന് കൂടുതൽ മാർജിൻ ഉണ്ടാവില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ചെറിയ മീറ്റിങ്ങിൽ തിരുമല അനിൽജിനെ കണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആ മീറ്റിങ്ങിൽ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ക്വയറ്റ് കോൺഫിഡൻസ്. തിരുമല അനിൽജീനെ കുറിച്ച് ഞാൻ ഇന്നും ചിന്തിക്കുമ്പോൾ, ജയൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഏറ്റവും
എൻ്റെ മനസ്സിൽ കയറുന്ന ഒരു വാക്കാണ്, ഒരു ഫ്രേസാണ് ക്വയറ്റ് കോൺഫിഡൻസ്. ആ ഒരു മീറ്റിങ്ങിൽ, രാജേഷ് ഉണ്ടായിരുന്ന ആ മീറ്റിങ്ങിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് കിട്ടി. തോൽക്കുക, 2 ലക്ഷം വോട്ടോണ്ട് തോൽക്കാൻ വന്നൊരാൾ അന്ന് ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആ ക്വയറ്റ് കോൺഫിഡൻസ് കേട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ മനസ്സിലും എൻ്റെ ആ ക്യാമ്പയിനിലൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇന്നും ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മീറ്റിങ്ങിലും ആ നേമം മണ്ഡലത്തിൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ കണ്ടിട്ട് ജയൻ എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വാർഡ് നമ്മൾ പിടിക്കും നിയമത്തിൽ? അപ്പോൾ അനിൽ അന്ന് പറഞ്ഞ, ഒരു വാർഡ് വിട്ട് മറ്റെല്ലാ വാർഡും നമ്മൾ പിടിക്കും, അത് 100% പിടിക്കുന്നു എന്ന് പറഞ്ഞ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും തിരുമലാനന്ദജീൻ്റെ പ്രവർത്തനവും മനസ്സിലും എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇതുവരെ കണ്ടത്. ഇനിയും അങ്ങനെയാണ് ഞാൻ ഓർമ്മ വയ്ക്കാൻ പോകുന്നത്. പാർട്ടി, നമ്മുടെ BJPൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. എല്ലാവരും പറയല്ലോ. അതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമായിരുന്നു തിരുമലാനന്ദൻ. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി പരിഹാരം ഉണ്ടാക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ലെഗസി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. എപ്പോഴും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെയാണ് മനസ്സിൽ വയ്ക്കാൻ പോകുന്നത്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ജയൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനത്തിൽ അനിലിൻ്റെ കുടുംബങ്ങളും ഇവിടെ നമ്മളെ എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിന് ആത്മാവ് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.